രവിചന്ദ്രനോട് ചോദിക്കട്ടെ. പ്രൊഫസർ പറയും, വാട്ട് ഈസ് യുവർ ടേക്ക്? ഇപ്പം എസ്ട്രോളജിയും ന്യൂമറോളജിയും എല്ലാം കേൾക്കുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? അതൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യമുണ്ടോ? അല്ല, ഇപ്പോൾ ഇത് സയൻസ് ആണെന്ന് ഇവരാരും പറയുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊരു ചർച്ച ഇല്ല. ഇല്ല, സയൻസ് ആണോന്നല്ല, ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് അവർ തന്നെ പറയുന്നു ഇത് വരുന്നവർക്കാർക്കും സയൻസിൻ്റെ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് നല്ല തമാശകൾ കേൾക്കാൻ പറ്റി. സാധാരണ നമ്മൾ വിനോദത്തിന് നികുതി ഏർപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ വന്നപ്പോൾ നികുതി ഇല്ലാത്ത കുറേ വിനോദം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ അനുഭവത്തെ ആസ്പദമാക്കി ശാസ്ത്രീയത അവകാശപ്പെടുകയാണ്. ഇവരിപ്പോൾ ശാസ്ത്രീയത ഇവരാരും തന്നെ അവകാശപ്പെടാത്ത സ്ഥിതിക്ക് സയൻസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്ന ഒരു ചർച്ച അസാധുവാണ്. വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് കണ്ടുപിടിക്കേണ്ടി വരും. അതെ, ഇവരാരും തന്നെ ചേർക്കാമെങ്കിൽ ഇത് ഈ സയന്റിഫിക് സോഷ്യലിസം എന്ന് മാർക്സ് വിളിക്കുന്ന പോലത്തെ തമാശകളിലൂടെ ചേർത്ത് വായിക്കാം. കാര്യം ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസവും ഫെയ്ത്തും മാത്രമാണെന്ന് സാറ് സംഭവിക്കുമെന്ന് തോന്നുന്നു, അല്ലേ സർ? യെസ്. അപ്പോൾ അല്പമെങ്കിലും കോമൺ സെൻസ് ആയിട്ട് സംസാരിച്ച് എനിക്ക് തോന്നുന്നത് രാഹുലാണെന്നാണ്. സയന്റിഫിക് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇതിന്റെ പശ്ചാത്തലം എന്താ അറിയാം? കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ ഈ തീവ്ര ഇടത്, നല്ല ഇടതൊന്നും പറയില്ല, തീവ്ര ഇടത് പ്രസ്ഥാനങ്ങളുടെ ബൗദ്ധിക പരിസരത്തിൽ നിന്ന് ബാക്കി എല്ലാരും തെറ്റാണെന്നും ഞങ്ങൾ മാത്രം കേമന്മാരും എന്നും പറയുന്ന, ബാക്കി എല്ലാവർക്കും ഭ്രാന്താണെന്നും ഞങ്ങൾ മാത്രം മിടുക്കരും എന്ന് പറയുന്ന വളരെ സങ്കുചിതമായ കേവല യുക്തിവാദമാണ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാം? എവിടെയാണ് ഈ മാക്സിമലിസ്റ്റ് വോയിസുകൾ വരുന്നത്, എക്സ്ട്രീം വോയിസ് വരുന്നത്? ഈ കേവല യുക്തിവാദം ഒരു വശത്ത്, ബാക്കി ഇത്തരം വിശ്വാസങ്ങൾ മറുവശത്ത്. ഇന്ന് ശരിക്കും നാട്ടിൽ സിംഹവാലം കുരങ്ങന്മാരെക്കാട്ടി കുറവാണ് യുക്തിവാദികൾ. അത്രമാത്രം നാമമാത്രമാണ്. ഞാൻ പല സമ്മേളനങ്ങളിൽ പോകുന്നുണ്ട്. കൂടി എന്നാൽ 10-20 ഒരു ചെയറിന് ചുറ്റും നിർത്തിയിട്ടിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം ആൾക്കാർ ആരാധകർ കൂടുന്നു. അപ്പൊ ഇവർക്ക് ആൾക്കാരില്ലാത്തതിന്റെ രസഹിഷ്ണുത ബാക്കി എല്ലാവർക്കും അതാണ് നിഷ്പക്ഷം. റിയാലിറ്റി ടു. ഇനി രണ്ട് റിയാലിറ്റി എന്താ നിർവചനം വേറെ. അപ്പൊ ഈ അസഹിഷ്ണുത പലപ്പോഴും ഞങ്ങളൊരു മിനി സ്ക്യൂൾ മൈനോറിറ്റി മഹാന്മാരും ബാക്കിയുള്ളവരും മണ്ടന്മാരും എന്ന് പറയുന്നതാണ്. ഇനി രണ്ട് പലതും സിംബോളിസമാണ്. സയൻസിന്റെ കാര്യം തന്നെ ചിലത് സിംബോളിസമാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് ഞാൻ കൊച്ചു പ്രായത്തിൽ ഇന്ന് ചില പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു എന്ന് പറഞ്ഞ വാർത്ത കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറിയ പ്രായത്തിൽ വിചാരിച്ചിരുന്നത് എന്താ, കുറെ പേര് ഓടി വന്നിട്ട് ട്രെയിനിന്റെ ഫ്രണ്ട് ചാടി തടയുന്നൊക്കെയാണ്. പിന്നാണ് മനസ്സിലാക്കിയത് കുറെ പേര് കൊടിയായിട്ട് നിന്ന് ഏതെങ്കിലും നിർത്തിയിരിക്കുന്ന ട്രെയിനിന്റെ ഫ്രണ്ടിൽ നിന്ന് ബഹളം വെക്കുന്നതിനെ ട്രെയിൻ തടയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ലാംഗ്വേജിന്റെ യൂസ് ഇതൊക്കെ വളരെ ഇതിൽ ഇമ്പോർട്ടന്റ്. മാത്രമല്ല ഈ ഭാഷ വെച്ച് മാത്രം ഇതിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ